ഹൈറിച്ച് തട്ടിപ്പ് കേസിൽ 32 കോടി രൂപയുടെ സ്വത്തുക്കൾ കൂടി ഇഡി മരവിപ്പിച്ചു. 75 ലക്ഷത്തോളം രൂപ മൂല്യം വരുന്ന സ്വർണവും പണവും കണ്ടുകെട്ടി. വിവരങ്ങളുമായി രാഗിൻ ചേരുന്നു. രാഗിൻ, ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കഴിഞ്ഞ ദിവസമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രാജ്യവ്യാപക റെയ്ഡ് നടത്തിയത്. മഹാരാഷ്ട്ര, കേരളം, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന. ഹൈറിച്ചിന്റെ കേന്ദ്രങ്ങൾ, അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്ന സ്ഥലങ്ങളിൽ ഇതുൾപ്പെടെയാണ് പരിശോധിച്ചത്. അങ്ങനെയാണ് 32 കോടിയോളം രൂപയുടെ സ്വത്തുവകകൾ ഇഡി ഫ്രീസ് ചെയ്തിരിക്കുന്നത്. ഈ ഉടമകളുമായി ബന്ധപ്പെട്ടതാണത്. ഇതോടൊപ്പം തന്നെ 75 ലക്ഷത്തോളം രൂപയുടെ സ്വർണവും അതോടൊപ്പം ക്യാഷും ഇത് കണ്ടുകെട്ടിയിട്ടുണ്ട്. നേരത്തെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തിയിരുന്നു. അങ്ങനെ 212 കോടിയോളം രൂപയുടെ സ്വത്തുവകകൾ ഇഡി അന്ന് മരവിപ്പിക്കുകയും മറ്റും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇതിന്റെ തുടർ ഫോളോ അപ്പ് എന്ന നിലയിൽ, അല്ലെങ്കിൽ തുടർ നടപടികൾ എന്ന നിലയിൽ ഇഡി രാജ്യവ്യാപക റെയ്ഡ് നടത്തിയത്. നേരത്തെ ഈ ഉടമ പ്രതാപൻ, ഭാര്യ ശ്രീന ഇവരുടെ ഉൾപ്പെടെയുള്ള വീടുകളിലും മറ്റുമൊക്കെ ഇഡി പരിശോധനകളും കാര്യങ്ങളും ഒക്കെ നടത്തിയിരുന്നു. ഇവരെ നിരവധി തവണ ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. ഏകദേശം 100 കോടിയോളം രൂപയുടെ കള്ളപ്പണ ഇടപാടുകൾ നടന്നു എന്നതാണ് വ്യക്തമാകുന്നത്. ഇതോടൊപ്പം ക്രിപ്റ്റോ കറൻസി വഴി 482ഓളം കോടി രൂപ ഇവർ സമാഹരിച്ചിട്ടുണ്ടെന്നും നേരത്തെ ഇഡിക്ക് ബോധ്യമായിരുന്നു. എന്തായാലും നടപടിക്രമങ്ങൾ മുന്നോട്ട് പോവുകയാണ്. റെയ്ഡ് കഴിഞ്ഞ ദിവസം രാവിലെ തുടങ്ങിയ റെയ്ഡ് ഇന്നോടുകൂടിയാണ് അവസാനിച്ചത്. ഇതിന്റെ വിശദമായിട്ടുള്ള വിവരങ്ങളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അല്പസമയത്തിനകം തന്നെ പുറത്തുവിടും. ശരി രാഗന് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അങ്ങനെ ഹൈറിച്ച് തട്ടിപ്പ് കേസിൽ വീണ്ടും കുറച്ച് വസ്തുവകകൾ കൂടി കണ്ടുകെട്ടിയിരിക്കുന്നു. ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ ഇഡി വൈകാതെ പുറത്തുവിടും എന്നാണ് രാഗൻ റിപ്പോർട്ട് ചെയ്യുന്നത്.